എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നൊരു റിക്വസ്റ്റിന് പ്രകാരമാണ് ഞാൻ ഈ ഒരു വിഷയം എടുക്കുന്നത്. ഞാൻ ഈ വിവാഹം, അതായത് ഈ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീയുടെ മകൻ്റെ വിവാഹം വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം അതിനെ തുടർന്ന് ഇപ്പോൾ ഞാൻ കാണുന്നത് ഉദയഗിരിജയുടെ വിവാഹമാണ്. എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും തോന്നിയിട്ടില്ല. ഒന്ന് രണ്ട് പേര് ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടപ്പോൾ ഐ ഫീൽ എന്താ പറയുക, എനിക്ക് അവരോടൊരു സഹതാപമാണ് തോന്നിയത്. കാരണം എന്താണ് പുരോഗമനവാദമെന്നോ എന്താണ് സൊസൈറ്റി ആഗ്രഹിക്കുന്നതെന്നോ മനസ്സിലാക്കാതെ കുറച്ചധികം വീട്ടമ്മമാരുടെ ഈ ഒരു സീരിയൽ മോഡൽ ടോപ്പിക്ക് മാത്രം കൈകാര്യം ചെയ്യുന്ന ചിലരുടെ ഒരു അപജയം മാത്രമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് ഇഗ്നോർ ചെയ്യാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഒരു കമൻറ്റിൽ വന്നിട്ട് ഇതൊന്ന് റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ടോപ്പിക്ക് ഞാൻ എടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ട്രസ്റ്റ്, ചാരിറ്റബിൾ സൊസൈറ്റി, NGO ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയല്ല. അനിവാര്യം എന്ന് തോന്നുന്ന ഇടങ്ങളിൽ ചില ഇടപെടലുകൾ നടത്താറുണ്ട്. അതിൽ കൂടെ ഒരു തുക ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാറുണ്ട്. ഒരു കൈ കൊടുക്കുന്നത് മറ്റൊരു കൈ അറിയരുത് എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമുള്ള വ്യക്തിയാണ് ഞാൻ. കാര്യകാരണ സഹിതമില്ലാതെ ഞാൻ ഒരിക്കലും ഫണ്ടിന്റെ കാര്യം പറയാറുമില്ല എന്നുള്ളത് എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. സ്വയം പുകഴ്ത്തൽ നിങ്ങൾക്ക് തോന്നിയാൽ തർക്കിക്കേണ്ട, അത് ആ ഒരു പുകഴ്ത്തൽ ഞാൻ എൻ്റെ ഇതിൽ വെച്ചോട്ടെ. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഇവർ നടത്തുന്നത് അനാഥാശ്രമമാണ്. അനാഥാശ്രമം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ അനാഥരായ കുട്ടികളെ പേരൻസ് ഒക്കെ കാണും, അവരുപേക്ഷിച്ച കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. പേഷ്യൻസും ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇതിനകത്തേക്ക് ഫണ്ടിങ് വരും. നല്ല ഹ്യൂജ് ഫണ്ടിങ് കിട്ടുന്ന സ്ഥാപനം തന്നെയാണ്. അത് അവരുടെ കുറ്റമല്ല. ചിലരൊരു പ്രെയർ പോലെ കൊടുക്കും. ഇപ്പം ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ ടേമാണ്. അവർക്ക് ചിലപ്പം ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും നന്മയുണ്ടാകും എന്നൊക്കെ ധരിച്ചുകൊണ്ട് പലരും ഇതിലേക്ക് ഫണ്ട് കൊടുക്കും, സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. സോ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ട്രസ്റ്റ് നടത്തുന്ന വ്യക്തികളെ ആക്രമിക്കാനോ മോശം പറയാനോ എനിക്ക് താല്പര്യമില്ല. കാരണം അതൊരു വലിയ ടാസ്ക്കാണ്. അത് ചെയ്യുന്നെങ്കിൽ അത് അവരുടെ ഗ്രേറ്റ്നെസ് തന്നെയാണ്, അതിനകത്ത് തർക്കമില്ല. ഇനി വിവാഹത്തിലേക്ക് വരും. ഉദയഗിരിജ വിവാഹം കഴിച്ചതിനെ ചൊല്ലി പലരും പല തോന്നിവാസവും പറയുന്നുണ്ട്. അയാളുടെ പ്രായം, അയാളുടെ കളറ്, അയാളുടെ ആ രീതി, ഈ വയസ്സിൽ അവർ വിവാഹം കഴിച്ചത്, ഇതൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും കൺസേൺ ചെയ്യുന്നത് കണക്കല്ല ഒരു വിധവയുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ പലരും വിധവ ഇങ്ങനെ ആയിരിക്കണമെന്ന ഒരു രീതിയിലൊരു ടേം പറയുന്നുണ്ട്. ചിലർക്ക് അത് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും, ചിലർക്ക് തീരെ ഫീലിംഗ് ഉണ്ടാവില്ല. അതിൻ്റെ കാരണം അവരുടെ പാർട്ട്ണറോട് അവർ വെച്ചിരിക്കുന്ന ഒരു സ്നേഹമാണ്. ഒത്തിരി സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണറായിരുന്നു അവർക്കുള്ളതെങ്കിൽ അവർ മറ്റൊരു വിവാഹം ചിന്തിക്കുക പോലുമില്ല. അതിൻ്റെ കാരണം അവർക്ക് ആ പാർട്ട്ണറോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതിനകത്ത് വരുന്ന എന്ത് ഭവിഷ്യത്തും അവർ ഉൾക്കൊള്ളാനും സഹിക്കാനും തയ്യാറാവും. ഓർമ്മകളിൽ നിന്നല്ല, ആ പാർട്ട്ണർ അവർക്കൊപ്പം ജീവിക്കുന്നു എന്നൊരു തോന്നലും കൂടെ അവർക്കുള്ളത് കൊണ്ടാണ് മറ്റൊരു വിവാഹത്തിന് അവർ തയ്യാറാവുന്നത്. വിധവ എന്ന രീതിയിൽ എനിക്കത് പറയാൻ പറ്റും. ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കളൊക്കെ വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. അത് ഭീകരമാണ്. അവിടേക്ക് ഒരാൾ വരുന്നത്, ഒരു പാർട്ട്ണർ വരുന്നത് ഏറ്റവും സന്തോഷത്തോടു കൂടി ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവരങ്ങനെ കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മക്കളുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിരിക്കും. അത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുക. ആണുങ്ങൾ ഭാര്യ മരിച്ച ഉടനെ തന്നെ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്ന കണ്ടിട്ടില്ലേ? അത് കഴിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കെട്ടിച്ചു കൊടുക്കുന്ന ഒരു രീതിയുമുണ്ട്. എന്തുകൊണ്ടാണ്? ആണിന് പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആരും അത് കൺസേൺ ചെയ്യത്തില്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ട രീതിയിലുള്ളൊരു പൊസിഷനിലേക്ക് അമ്മ മാറുകയാണ് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ. അച്ഛൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒക്കത്തില്ല. അച്ഛൻ ആ ഉത്തരവാദിത്തം രണ്ടാനമ്മയ്ക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ എതിർപ്പ് പറയുന്നത്. അവർ ഈ പ്രായത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, അതിൽ കുട്ടികൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ഡിസിഷൻ എന്ന് ഞാൻ പറയും. കാരണം എല്ലാവർക്കും എല്ലാവരെയും പോലെ മനസ്സിന് ആ സ്ട്രെങ്തോ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ആ ഒരു മെച്യൂരിറ്റിയോ ഒന്നും ഉണ്ടാകത്തില്ല. അതൊരു മെച്യൂരിറ്റി ലെവലാണ് തനിച്ച് ജീവിക്കുക എന്നുള്ളത്. നമ്മൾ തന്നെയാണ് നമ്മളുടെ ഡിസിഷൻ മേക്കർ, നമ്മൾ തന്നെയാണ് നമ്മുടെ നേതാവ്, നമ്മുടെ രാജാവ്. നമ്മൾ സ്നേഹം കിട്ടാൻ വേണ്ടി ചെയ്യുമ്പോൾ 1 മണിക്കൂർ സ്നേഹത്തെ നമ്മളെ 23 മണിക്കൂർ നമ്മളവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ 23 മണിക്കൂറത്തെ അടിമത്തത്തിലാണ് നമുക്ക് 1 മണിക്കൂർ സ്നേഹം കിട്ടുക. ആ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരു മാരേജിന് പോവുക. അല്ലാത്തവർ മിണ്ടാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതായിരിക്കും ദ ബെസ്റ്റ് തിങ് എന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി ഈ മകളുടെ കേസ് അടുത്ത് പറയുന്നുണ്ട്. മകളെ എന്തോ ഏർലി മാരേജ് ആയിരുന്നെന്നോ, 18 വയസ്സിന് മുമ്പ് പ്രഗ്നൻ്റ് ആയിരുന്നോ, മകൻ പ്രഗ്നൻ്റ് ആക്കി കെട്ടിയതാണെന്നോ, അത് അന്വേഷിക്കേണ്ട കാര്യമാണെന്നോ ഒക്കെ പറയുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അത് അന്വേഷിക്കണം. അതിൽ തർക്കമില്ല. അതിന് സാധകമാകുന്ന രീതിയിൽ സന്ധ്യ പല്ലവി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റിനെ എല്ലാവരും എടുത്തു വെച്ച് പറയുന്നു. എനിക്കും ഈ പോസ്റ്റാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതിന് ശേഷമാണ് ഞാൻ പോയത് വായിച്ചത്. അപ്പോൾ അത് നമുക്കൊന്ന് വായിക്കാം. കുറേ ദിവസമായി ഈ ഫോട്ടോയിൽ കാണുന്ന ഉദയഗിരിജ എന്ന ചാരിറ്റി ബിസിനസ്സുകാരിയെക്കുറിച്ച് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷെ ഞാനെന്ന് പറയുന്ന സ്ത്രീ അനുഭവിച്ച ഡിപ്രഷൻ, മനോവേദന, അപമാനം, കണ്ണുനീർ, ഇതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോഴും പോലും എൻ്റെ നെഞ്ച് പൊട്ടുകയാണ്. ഇതിൻ്റെ ഒരു ശാപം ഇവരെ ഒരിക്കലും വിട്ടുമാറുകയില്ല. ഇവർ തമ്മിൽ എന്തോ ക്ലാഷ് ഉണ്ട്. കോവിഡിന് ശേഷം വർക്കൊന്നുമില്ലാതെ വെറുതെ കുത്തിയിരുന്ന സമയത്താണ് ഞാനൊരു പരസ്യം കാണുന്നത്. ജോലിക്ക് ആളെ ആവശ്യമുണ്ട്, ചിൽഡ്രൻസ് ഹോമിലേക്ക്. ഞാനങ്ങനെ ഇവരെ കോൺടാക്ട് ചെയ്തു. ഇവിടെ വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ജോലിക്ക് കയറി. എൻ്റെ കൂടെ വേറൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവൾ അവിടുത്തെ തന്നെ ഓൾഡ് ഏജ് ഹോമിലേക്കാണ്.
കൂട്ടത്തിൽ കുറച്ച് കാര്യപ്രാപ്തി തോന്നിയത് കൊണ്ടാവാം എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നെ ഏൽപ്പിച്ചത്. അങ്ങനെ ഞാൻ അവിടെ 3 ദിവസം നിന്നു. 3-ാം ദിവസം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി. ഇതൊരു തട്ടിപ്പ് പ്രസ്ഥാനമാണെന്നും പൈസ സമ്പാദിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത് എന്നുള്ളതും എനിക്ക് മനസ്സിലായി. അമ്മമാർക്ക് പുളിച്ച കഞ്ഞി കൊടുത്തതിനെ ഞാൻ ചോദ്യം ചെയ്തു. അപ്പോൾ തന്നെ അവരെന്നെ ഷൗട്ട് ചെയ്തു. ഞാൻ അവിടുന്ന് പിറ്റേന്ന് തന്നെ ഇറങ്ങി നേരെ പോയി കൊടുമൺ സ്റ്റേഷനിൽ കേസ് കൊടുത്ത് റെസിപ്റ്റും വാങ്ങി. ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കൊടുമൺ പോലീസ് സ്റ്റേഷനാണ് കിട്ടിയത്. അതുകൊണ്ടാണ് അവിടെ പോയി കേസ് കൊടുത്തത്. പിന്നെ സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു തേപ്പുപാറ ആ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലമല്ലെന്ന് അടൂർ സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം കാണിച്ച് തെളിവ് ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അടൂർ സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കാമെന്നു എനിക്കെതിരെ ഈ സ്ത്രീ ഒരു കേസ് കൊടുത്തെന്ന്. അവിടുത്തെ അന്തേവാസിയെ ഒരു പെൺകുട്ടിയെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇവരുടെ മകൻ ഇപ്പോൾ വിവാഹം കഴിച്ച പെൺകുട്ടിയും ഞാൻ പീഡിപ്പിച്ചെന്ന് പറയുന്ന പെൺകുട്ടിയും ഒരേ പ്രായമാണ് അവർ. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അടൂർ സ്റ്റേഷനിൽ ചെന്ന് SIയും ബാക്കി പോലീസുകാരൊക്കെ മാന്യമായി തന്നെയാണ് കാര്യങ്ങൾ സംസാരിച്ചത്. പക്ഷേ ഒരു പോലീസുകാരൻ ഇവരുടെ ബന്ധു എന്നെ അടിക്കുമെന്നുള്ള രീതിയിൽ എന്നോട് ചാടി വന്നത്. വനിതാ CI വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്നോട് പറഞ്ഞു ഈ കേസ് അവർ പിൻവലിക്കും, പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഇട്ടിരിക്കുന്ന എല്ലാം എടുത്തു കളഞ്ഞാൽ അവർ ഈ കേസും പിൻവലിക്കും എന്നുള്ള വ്യവസ്ഥയിൽ ഞാൻ സോഷ്യൽ മീഡിയ ഇട്ടിരുന്നതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നാൽ ആ വീഡിയോയും ഫോട്ടോസുകളും എല്ലാം ഇന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അന്ന് ഞാൻ കൊടുമൺ സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന സമയത്ത് തന്നെ സ്റ്റേറ്റ് ചൈൽഡ് വെൽഫെയർ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പോയിന്റ് വരെ നമുക്ക് ഓക്കെയാണ്. പക്ഷേ ഇതിന് മുമ്പ് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ എൻ്റെ നമ്പർ ഇട്ട് കൊടുത്തിട്ട് അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. എനിക്ക് ചെറിയ ഫിഷി ആയിട്ട് ഫീൽ ചെയ്തു. എൻ്റെ കാരണം ഞാൻ പറയാം. ഇവരൊരു കേസ് കൊടുക്കുന്നു, സ്റ്റേഷൻ മാറി കേസ് അവിടെ ഹോൾഡ് ചെയ്യുന്നു. അതേ സമയത്ത് മറ്റവരും കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നു. ആ കേസ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിട്ടതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് കേസ് കോംപ്രമൈസ് സോൾവ് ചെയ്യുന്നു. വൈ? അവിടെ അത്രയും വലിയൊരു ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തില്ല? ഇൻക്ലൂഡിങ് നിങ്ങളുടെ പേർക്ക് അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ പോലും ഫൈറ്റ് ചെയ്യണം. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? ഇപ്പം എന്തുകൊണ്ട് ചെയ്യുന്നു? ഇവിടെയാണ് സംശയം ബലപ്പെടുന്നത്. ഇനി വായിക്കാം. ഇന്നും എൻ്റെ കയ്യിൽ ഇതെല്ലാം തെളിവായിട്ടുണ്ട്. ഇപ്പോൾ 1 മാസത്തിന് മുമ്പാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് എനിക്ക് നോട്ടീസ് വന്നത്. പത്തനംതിട്ട CWC എന്ന് വിളിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ കേസിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അവരോട് അപേക്ഷിച്ചപ്പോൾ ഈ ഉദയഗിരിജയുടെ പേരിൽ പലതവണ കേസ് വന്നിട്ടുണ്ട്, നിങ്ങൾ മാത്രമല്ല തന്നത് എന്നുള്ള വിവരം അറിയാനും കഴിഞ്ഞു. പിന്നീട് എല്ലാ വിവരങ്ങളും പറഞ്ഞ് ഞാനൊരു ഓൺലൈൻ മാധ്യമത്തിന് രേഖകളെല്ലാം കൈമാറി. ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന മീഡിയ അവരവിടെ ഷൂട്ട് ചെയ്യാൻ ചെന്നിട്ട് അവരെ അതിനകത്ത് കയറ്റിയില്ല. പിന്നീട് ആ ചങ്ങാതിക്കൂട്ടം അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടാണ് അവിടുന്ന് പോരുന്നത്. പിന്നീട് ആ പയ്യൻ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവർ ഉള്ളിൽ കയറ്റി വിട്ടില്ല, ഗേറ്റ് തുറക്കാൻ തയ്യാറായില്ല, പട്ടിയെ അഴിച്ചു വിട്ടു, അത് ഭയങ്കര കുരയായിരുന്നു. അവസാനം ഞാൻ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ട് തിരികെ പോന്നു. ഹൗ കംസ്? എന്തിന്? പോയപ്പോൾ ബോധ്യപ്പെട്ട് കാണും, അതുകൊണ്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ചങ്ങാതിക്കൂട്ടം അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം ഏറ്റവും കൂടുതൽ നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്ന ഒരാളാണ് ഈ ചങ്ങാതിക്കൂട്ടം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ടാകാനാണ് സാധ്യത. ഇനി ഈ അടൂർ ബേസ് ചെയ്തിങ്ങനെ ഒരുപാട് ക്രൈം നടക്കുന്നുണ്ട് കേട്ടോ. ഇവർ ആ കുട്ടികൾക്കും അമ്മമാർക്കും പാചകം ചെയ്യുന്ന അടുത്ത് തന്നെയാണ് പട്ടിക്കൂട് വെച്ചിരിക്കുന്നത്. നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. 4 പട്ടികളെ അഴിച്ചുവിടും. ഞാൻ പാചകശാലയുടെ അടുത്ത് ചെന്നപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇവിടെയൊക്കെ വരുന്നേ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ പാചകം ചെയ്യാൻ ഒന്നും ആളില്ല. ഇവർ തന്നെയാണ് തിളപ്പിച്ചൂറ്റി 3-4 ദിവസമായി ആഹാരം അവർക്ക് കൊടുക്കുന്നത്. ഇവിടെ താമസിക്കുന്ന പെൺകുട്ടികളെ ആരുടെ സമ്മതത്തോടെയാണ് അവരെ പേരിൽ ഇങ്ങനെ ഒരു കേസ് കൊടുത്തത്? ഇവരുടെ മാതാപിതാക്കൾ അറിയുന്നുണ്ടോ? ഇപ്പം ഇവരുടെ മകൻ വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് മാതാപിതാക്കളുണ്ട്. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും ഉണ്ട്, വീട്ടിൽ പോകാറുണ്ട് എന്നാണ് പറഞ്ഞത്. +2 വിദ്യാഭ്യാസം കഴിഞ്ഞാലും മാതാപിതാക്കളുള്ള കുട്ടികളെ ഇവർ പറഞ്ഞ് വീട്ടിൽ വിടില്ല, അവിടെ തന്നെ പിടിച്ചു നിർത്തിയിരിക്കും. മക്കളെ എന്ന് സ്നേഹം നടിച്ച് പിടിച്ചു നിർത്തും. കാരണം അവർക്ക് ഗാന്ധി ഭവനെ പോലെ വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റണം. ഒരാളെ പോലും പുറത്തു വിടില്ല. ഓൾഡേജ് ഹോമിലേക്കുള്ള അമ്മമാരെയും ചിൽഡ്രൻസ് ഹോമിലേക്കുള്ള കുട്ടികളെ അവിടെ എത്തിക്കാൻ ഏജന്റ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. വളരെ ബുദ്ധിമുട്ടുള്ള ദുർധരരായ മാതാപിതാക്കളുള്ള വീട്ടിലെ കുട്ടികളെ ഒരാളുണ്ട് ഇവർക്ക് എത്തിക്കാൻ. ഞാൻ ഇവിടുത്തെ ഒരു മോളോട് മോൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഒരു മാമനാണ് വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, നന്നായിട്ട് നോക്കും, പഠിപ്പിക്കും എന്നൊക്കെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നത് എന്ന്. ഞാൻ പരാതി കൊടുത്തതിൻ്റെ പകർപ്പ് ചുവടെ ചേർക്കുന്നു. അപ്പോൾ ഇവരെ മിനിസ്റ്റർക്ക്, മനുഷ്യാവകാശ കമ്മീഷന്, ചൈൽഡ് വെൽഫെയറിനൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ട്, സമ്മതിച്ചു. 22 കുട്ടികളുണ്ട്, അവർക്ക് തലയിൽ ഇല്ല, എണ്ണയില്ല, സോപ്പില്ല, വസ്ത്രമില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ എനിക്ക് ഇതിനകത്ത് മനസ്സിലായ ഒരു കാര്യം, ഈ പറയുന്ന സ്ത്രീക്ക് മുഴുത്ത അസൂയയാണ്. ഇവർ ആദ്യം കയറി ഇവർ വിചാരിച്ചൊരു ലെവലിലേക്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവത്തില്ല. അതിൻ്റെ ദേഷ്യമാണ് ഈ തീർക്കുന്നതെന്നാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത്. നമുക്കൊരു ഫസ്റ്റ് ഇതുണ്ടല്ലോ, എംപാക്റ്റ് ഉണ്ടാവല്ലോ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡെപ്തിൽ ഞാൻ ഈ വിവരം അന്വേഷിക്കുന്നതേ ഉള്ളൂ. അന്വേഷണത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. ചിൽഡ്രൻ ഹോം ആയിരുന്നാലും ഓൾഡ് ഏജ് ഹോം ആയിരുന്നാലും നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ഈസി ആയിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല.
സപ്പോസ് ആളുകളുടെ ഒരു സപ്പോർട്ടോട് കൂടി മാത്രമേ അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റൂ. ഇപ്പോൾ ഒരു കുറച്ച് ഹ്യൂജ് ഒരു എമൗണ്ട് ഒരാൾ തന്നു എന്ന് തന്നെ വെക്കാം, നമുക്കത് ഓൾ ഓഫ് ഇന്ത്യ സഡൻ എടുത്ത് വെച്ച് ചിലവാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അത് നമ്മളിവിടെ ഹോൾഡ് ചെയ്യും. ഇനി ഈ പയ്യൻ വീട് വെച്ച കാര്യവും ആ അമ്മ വീട് വെച്ച് കൊടുത്ത കാര്യവും കാറ് വാങ്ങിച്ച കാര്യവും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ കുടുംബം ഒന്നടങ്കം അവിടെ ജോലി ചെയ്യാണ്. അവർക്ക് അവരുടെ പേയ്മെൻറ്റ് കിട്ടണ്ടേ? അതെന്താ ഫ്രീ ആണോ? സേവനമാണോ? ആ സേവനം അവർ ചെയ്യുന്നുണ്ട്. ആ ഓൾഡ് ഏജ് ഹോമായാലും ചിൽഡ്രൻസ് ഹോമായാലും അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതൊരു വലിയ സേവനമാണ്, അത് മനസ്സിലാക്കുക. ഇപ്പം ചില വീടുകളിൽ ദാരിദ്ര്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തിനധികം കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ വരെ ആ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ആ കുട്ടികൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഫുഡ് ഞങ്ങൾക്ക് വളരെ പരിമിതമായിരുന്നു, കിട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തികയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവസ്ഥയുള്ള വീടുകളിലെ കുട്ടികളെ കണ്ടെത്തി അവരെ സേവ് ചെയ്ത് കൊണ്ടുവന്ന് പഠിപ്പിക്കുകയല്ലേ അവർ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ കണക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ പരാതിയല്ലേ പറയേണ്ടത്? ഇനി ആ മകളുടെ പ്രസവത്തിന്റെ കേസും പറഞ്ഞുകൊണ്ട് ഒരു പരാതി പറയുന്നുണ്ട്. ക്ഷതാ അവനുമായിട്ടൊരു അഫെയർ ഉണ്ടായിരിക്കാം, കൺസീവ് ആയിരിക്കാം, അവൻ തന്നെയല്ലേ വിവാഹം കഴിച്ച, പിന്നെന്താ പ്രശ്നം? ഇനി അവിടെ മറ്റു രീതിയിൽ ഒരു ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കല്ലേ, അതിൽ കൂടെ തെളിയട്ടെ. അവർ ധൈര്യസമേതം അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു കാര്യം കണ്ട് അവരുടെ ഉയർച്ച കണ്ട് സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ അവരെ ഡീഗ്രേഡ് ചെയ്യാനും സമൂഹത്തിൽ ഇകഴ്ത്താനും വേണ്ടി കാണിക്കുന്ന ഒരു ചൂതാട്ടമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ എനിക്ക് കമൻ്റ് ഇട്ട വ്യക്തിയോടും മൊത്തത്തിൽ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം കേൾക്കാനിരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് 100% ജനുവനായ ഒരു ഫാമിലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ആ മകനെ മറ്റെവിടെയെങ്കിലും എത്തിക്കാം, വേറെ നല്ല പെൺകുട്ടികളെ, ഇത് മോശപ്പെട്ട കുട്ടിയെന്നല്ല എൻ്റെ അർത്ഥം, ഇച്ചിരി ഇമ്മണിയൊക്കെ വസതിയുള്ള അമ്മയും അച്ഛനും ഒക്കെ ഉള്ള ഒരാളെ നോക്കി കെട്ടിച്ചു കൊടുക്കാം. ഈ മകളെ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയാമോ? പേരൻസ് ഇല്ലാത്ത കുട്ടികളെ എടുക്കുമ്പോൾ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മളൊരു മകളെ എടുക്കുന്നത് പോലെയാണ് മരുമകളെ എടുക്കുന്നത്. ഒരു പരാതി പോലും ആ കുട്ടിക്കെതിരെ നമുക്ക് മിണ്ടാനൊക്കത്തില്ല. അതേസമയം പേരൻസ് ഉള്ളൊരു കുട്ടിയെ നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ അഥവാ എന്തെങ്കിലും ചെറിയ കശപിശ പ്രശ്നം ഉണ്ടായാൽ അവരും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇത് പൂർണ്ണ ഉത്തരവാദിത്വം എടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ മനസ്സിൻ്റെ ഉടമയല്ല അവരെന്ന് മനസ്സിലാക്കുക. അവർ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നു, പൂർണ്ണമായും ഞാൻ അത് അംഗീകരിക്കത്തില്ല, കാരണം എനിക്ക് പേഴ്സണലി അവരെ അറിയത്തില്ല. അറിഞ്ഞ് എനിക്ക് മനസ്സിലായാൽ അത് തിരുത്തി പറയാനും ഞാൻ തയ്യാറാകും. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇത്രയും വീഡിയോസും ഇത്രയും പേര് അവരെ ആക്രമിക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ പുച്ഛമാണ് തോന്നുന്നത്. ഒരു സ്ത്രീ രണ്ടാമതൊരു വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അവഗണിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുന്നത് ഇത് ആദ്യമായിട്ടല്ല. മറ്റേ ക്രിസിൻ്റെ വിവാഹം അവർ കുറച്ച് ഓവറായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കണ്ട് ജലസ് മൂത്താണ് പലരും അതുങ്ങളെ ഉപദ്രവിക്കുന്നത്. അതുങ്ങൾ അതുപോലെ കാണിക്കാൻ പോയിട്ടാണ് കിട്ടുന്നതെങ്കിലും ആ ജലസിയാണ് ഇന്ന് ഈ സ്ത്രീയെയും ആക്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. 8-10 വർഷമായിട്ട് പരിചയമുള്ള ഒരാളെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടിയത് അത് ലീഗലാക്കിയതാണ്. ഇനി അവർക്ക് മറ്റൊരു ബന്ധമുണ്ടെങ്കിൽ പോലും, ഇവർ തമ്മിൽ മറ്റൊരു ബന്ധമുണ്ടെങ്കിൽ പോലും അത് ലീഗലാക്കി പൊതുസമൂഹത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ കുട്ടികളെ ഹോണർ ചെയ്യുന്നതിന് തുല്യമല്ലേ? അമ്മയ്ക്കും ഇപ്പോൾ വന്ന പിതാവിനും വേറൊരാളുടെ ഇത് കണ്ടിട്ടുണ്ടെന്നോ അച്ഛനെന്ന് വിളിക്കാൻ പക്വതയുള്ള ഒരാളാണ്. അവിടെ അച്ഛനെയല്ല അവരെടുത്തത്, അമ്മയ്ക്കൊരു പാർട്ട്ണറെയാണ്. അമ്മയ്ക്കൊരു പാർട്ട്ണറാണ് അവരെടുത്തിട്ടുള്ളത്. അത് അയാൾ കറക്റ്റാണ്. അച്ഛനെന്ന് വിളിക്കാൻ അവരുടെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ മരണപ്പെട്ടു പോയതാണ്. അച്ഛന് പകരം വേറൊരു അച്ഛനെ കൊണ്ടുവച്ചാലൊന്നും അച്ഛനൊന്നും ആവത്തില്ല. അമ്മയാകാൻ സാധിക്കും. അച്ഛന് ഒരു അച്ഛനേ ഉള്ളൂ, അതിന് വേറൊരു അച്ഛൻ വന്നാൽ അവിടെ അച്ഛനാവത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അയാൾ അവരുടെ പാർട്ട്ണറാണ്. ആ 2 കുട്ടികളും അത് അംഗീകരിച്ചിട്ടുമുണ്ട്. ദെൻ ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം? ചിൽഡ്രൻ ഹോം ആയിരുന്നാലും ഓൾഡ് ഏജ് ഹോം ആയിരുന്നാലും ഗ്രേറ്റ് തിങ് ആണ് അവർ ചെയ്യുന്നത്. അതെല്ലാവരും കൊണ്ട് സാധിക്കത്തില്ല. വയസ്സായ, മുറിവേറ്റ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയ കഥയല്ല. ഇത്രയും റിസ്കി ഗെയിമാണ് അവരെടുക്കുന്നത്. അതവരുടെ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോളൂ. നിങ്ങൾ കാണുമ്പോൾ കുറച്ച് പഴകിയ ചോറ് കൊടുത്തു എന്നുള്ളതല്ലേ. അവിടെ പഴകിയ ചോറ് ഈ ഏജായ ആളുകൾക്ക് കൊടുത്താൽ അതിൽ വരുന്ന ഭവിഷ്യത്തും അവരനുഭവിക്കണമെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? ഇവർക്ക് കൊടുക്കുന്ന ഫുഡിൽ ഫുഡ് പോയിസൺ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരെണ്ണം മരണപ്പെട്ടാൽ തൂങ്ങുന്നത് അവർക്ക് ആ ബോധമില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കണേ. എന്ത് ട്രസ്റ്റ് നടത്തിയാലും എന്ത് സാധനം നടത്തിയാലും അവിടെ ഒരു പാളീച്ച വന്നാൽ ജയിലിൽ പോകേണ്ടി വരുന്ന അതിൻ്റെ ഓണറാ. അത് അവർക്ക് കൃത്യമായി അറിയുന്നുണ്ട്. അവരത് കെയർ ചെയ്തേ കൊടുക്കുകയുള്ളൂ. ഇച്ചിരി പഴകിയത് കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്ന കാരണം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ചെയ്താൽ ഒരു പരിധിയിൽ കൂടുതൽ, ഇപ്പം വെള്ളത്തിൽ പോലും ചൂട് അല്പം കുറഞ്ഞു വരും, ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റൊമക്ക് അപ്സെറ്റ് ആക്കും. അങ്ങനെ ഒരു തേമുണ്ട്. ഓൾഡ് ഏജ് ഹോം നടത്തുക എന്ന് പറയുന്നത് ഹെവി റിസ്ക് ആണ്. 99.9% റിസ്കി ഗെയിമാണ് അത്. അവർക്കത് പുരോഗമിപ്പിക്കണം, കൂടുതൽ വലുതാക്കണമെന്ന് അവർക്ക് തോന്നിയെങ്കിൽ ഗ്രേറ്റ് തിങ് ആണ്. അവർ വേറെന്താ ചെയ്തേ? അവർ തന്നെ ഒരു മോഡലാണ്. അവരുടെ മകനെ ആ ചൈൽഡ് ഹോമിൽ വളർന്ന ഒരു കുഞ്ഞിനെ കൊടുത്തിരിക്കുകയാണ്.
പേരൻസ് ഉള്ള കുട്ടിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരെവിടെ എന്ത് ഒളിച്ചു വെച്ചു? എന്തിനാണ് അതിനെ ആക്രമിക്കുന്നത്? മനസ്സിലാകുന്നില്ല. മനുഷ്യരിങ്ങനെയാണ് കേട്ടോ. ഒരാൾ നന്നാകുന്നത്, ഒരാൾ സ്വസ്ഥമായി ജീവിക്കുന്ന കാണുമ്പോൾ തോന്നുന്ന ഒരു പ്രത്യേകതരം കുത്തിക്കഴപ്പ് അത് കേരളത്തിന് സ്വന്തമാണെന്നുള്ളത്. ഈ സ്ത്രീ മുഴുക്ക കോംപ്രമൈസ് ചെയ്ത് കേസ് ഒത്തുതീർപ്പാക്കിയിട്ട് ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് അവരെ ഒന്ന് നാറ്റിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അന്ന് മുട്ടുമടക്കേണ്ടി വന്നു ഇവർക്ക്. ചൈൽഡ് ഹോമിലെ കുട്ടികൾ ആ സ്ത്രീക്കൊപ്പം നിന്ന് ഇവർക്കിട്ട് പണിയും കൊടുത്തിരുന്നു. അതിൻ്റെ വൈരാഗ്യവും കുത്തിക്കഴപ്പും മാത്രമാണ് സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ ഈ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ദ വേ, അവർക്ക് എൻ്റെ വിവാഹ മംഗള ആശംസകൾ. നന്നായി പോകട്ടെ. കുഞ്ഞ് അവൻ്റെത് തന്നെയാണ്, ഭാര്യ അവൻ്റെത് തന്നെയാണ്. അവർ സ്വസ്ഥമായി ജീവിക്കുന്നിടത്ത് ഈ പറയുന്ന ഒരു സംഗതിക്കും യാതൊരു മൂല്യമോ ഇല്ല. പിന്നെ അവർ ചെറിയ വയസ്സ് തൊട്ട് 10 വർഷത്തോളമായി അവർ ചെയ്യുന്ന ഒരു ബിസിനസ്സാണത്. ആ ബിസിനസ്സിൽ അവരുടെ ആദായം അവരെടുത്ത് അവരൊരു വീട് വെച്ചെങ്കിൽ അത് കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അത്രയും എഫർട്ട് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. താങ്ക് യു.